ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാന്ന് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു അടിപൊളി സിമ്പിൾ ഈവനിങ് സ്നാക്കാണ് കേട്ടോ. വീട്ടിൽ ചോറ് ബാക്കി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചായക്കടി. അപ്പോൾ എന്തായാലും ഉച്ചക്ക് വെച്ച ചോറെല്ലാം വീട്ടിലിപ്പം ബാക്കിയിട്ടുണ്ടാവുമല്ലേ? അപ്പോൾ നിങ്ങൾ ഇന്ന് വൈകുന്നേരം തന്നെ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേറ്റ് എനിക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 1 കപ്പ് അളവിൽ ചോറാണ് ഇട്ട് കൊടുക്കുന്നത്. എൻ്റെത് ഇപ്പോൾ 250 ml മെഷറിംഗ് കപ്പാണ്. അപ്പോൾ ചോറ് ഏത് അരിയുടേതായാലും കുഴപ്പമില്ല, വീട്ടിലേതാണോ ഉപയോഗിക്കുന്നത് ആ ഒരു ചോറ് മതി. അടുത്തത് ഒരു 1/4 കപ്പ് അളവിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി പത്തിരിക്ക് എടുക്കുന്നതോ ഇടിയപ്പത്തിന് എടുക്കുന്നതോ ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, നല്ല ക്രിസ്പിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വേണ്ടത് 1 കപ്പ് അളവിൽ, എല്ലാം സെയിം മെഷറിംഗ് കപ്പ് തന്നെ എടുക്കാൻ വേണ്ടി നോക്കാം. 250 ml 1 കപ്പ് അളവിൽ പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 4 ടേബിൾ സ്പൂണോളം തൈര് ചേർക്കുന്നുണ്ട് കേട്ടോ. പുളിയുള്ള തൈര് തന്നെ ചേർക്കണം, എങ്കിൽ അത് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. അടുത്തത് 1 കപ്പ് അളവിൽ മൈദപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ചോറിൻ്റെ തരിതരിപ്പൊന്നും പാടില്ല കേട്ടോ, നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു ബൗളിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇതിപ്പം വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബാക്കി ഇതിലേക്കുള്ള ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു സവാളയുടെ പകുതിയോളം ഇതുപോലെ പൊടിയായിട്ട് കട്ടാക്കിയിട്ട് അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളകും ഇതുപോലെ വട്ടത്ത് കട്ടാക്കിയിട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഏകദേശം 1 ടീസ്പൂണോളം ഇഞ്ചിയില്ലേ, അത് പൊടിയായിട്ട് നുറുക്കിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1 ടീസ്പൂണിൻ്റെ അടുത്തായിട്ട് ചെറിയ ജീരകം, നമ്മുടെ ക്യുമിൻ സീഡ്. പിന്നെ വേണ്ടത് 2-3 പിഞ്ച് കായത്തിൻ്റെ പൊടിയില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്, അതിടുമ്പോൾ കൂടുതൽ അറപ്പ് വരുത്, അപ്പോൾ ടേസ്റ്റ് മാറിപ്പോവും. പിന്നെ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് പുതിനയിലയും എല്ലാം കുറച്ചായിട്ടാണ് ചേർക്കുന്നത്. ഏകദേശം ഒരു 2 ടീസ്പൂൺ അത്രയേ ഉണ്ടാവുള്ളൂ, കാരണം നമ്മൾ കുറച്ച് മാവല്ലേ അരച്ചിട്ടുള്ളൂ. ഒരുപാട് ചേർത്തതിന് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവും. എല്ലാത്തിനും ഫ്ലേവർ വേണം, പക്ഷേ കുറച്ച് മാത്രം. ഇനിയിപ്പോൾ ലാസ്റ്റ് 2 നുള്ളി ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഉപ്പ് ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഇങ്ങനെ മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക കേട്ടോ. എല്ലാം കൂടി ഒന്ന് സെറ്റ് ആയിക്കോട്ടെ. അപ്പോൾ ഇതാ ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ മാവൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഒന്നുകൂടി നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് കാര്യമായിട്ട് പരിപാടിയിൽ പെട്ടെന്ന് ചുട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇത് അപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ നമ്മുടെ ഉണ്ണിയപ്പ ചട്ടിയിലെ കാരക്കുഴി ഇതിലാണ് ചെയ്തെടുക്കുക. ഇതിലാകുമ്പോൾ ഒരു ഭംഗിയുള്ള ഷേപ്പ് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ഒട്ടും തന്നെ നിർബന്ധമില്ല. നിങ്ങൾ നോർമൽ ചീനച്ചട്ടിയിലോ അല്ലെങ്കിൽ ഫ്രൈ പാനിലോ ഒക്കെ സ്പൂൺ കൊണ്ട് കോരിയിട്ട് ഒഴിച്ചിട്ട് ചുട്ടെടുത്താലും മതി കേട്ടോ, ഉണ്ണിയപ്പൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ ഞാൻ ഇത് ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാ കുഴിയിലും ഹാഫ് വരുന്ന ഭാഗം, അതായത് പകുതിയോളം എണ്ണ ഒഴിച്ചു കൊടുക്കണേ. ഓയിലോ വെളിച്ചെണ്ണ എന്താണോ ഇഷ്ടമുള്ളത് മതി കേട്ടോ, ഏതായാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ എണ്ണയൊക്കെ ചൂടായതിന് ശേഷം ഞാൻ സ്പൂൺ വെച്ചിട്ട് മാവ് കോരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിക്കോളും. അതുപോലെ തന്നെ നമ്മളിതിൽ ചേർത്തിട്ടുള്ള വെജീസ് അടക്കം തന്നെ മാവ് കോരി ഒഴിക്കുക കേട്ടോ. ഉള്ളിയൊക്കെ ഇളക്കി തന്നെ മാവ് കോരി ഒഴിക്കാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അത്യാവശ്യം ഓയിലി ആയിട്ടുള്ള സ്നാക്ക് തന്നെയാണ് കേട്ടോ ഈ ഒരു സ്നാക്ക് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ഓയിൽ കുടിക്കുകയില്ല. മാവ് കോരി ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഒഴിക്കാം. പിന്നെ എല്ലാ കുഴിയിലും ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം മീഡിയത്തിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, മീഡിയം ടു ഹൈയിൽ വെച്ചിട്ട്. അല്ലാതെ ഫ്ലെയിം ഒട്ടും തന്നെ കുറച്ച് വെക്കരുത് കേട്ടോ. അപ്പോൾ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ വേവാനും ടൈം എടുക്കും, അതുപോലെ തന്നെ നമ്മുടെ ഇത് മൊത്തത്തിൽ എണ്ണ കുടിക്കുകയും ചെയ്യും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ, അല്ലെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിക്കോളും. അപ്പോൾ ഞാൻ മാവ് മൊത്തത്തിൽ കോരി ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു സൈഡ് ആകുമ്പോൾ നമ്മൾ കറിവേപ്പൊക്കെ ചുട്ടെടുക്കുന്ന പോലെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് നല്ലപോലെ വേവിച്ച് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരു സൈഡ് റെഡി ആകുമ്പോൾ തന്നെ നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് എത്രത്തോളം നിങ്ങൾക്ക് ക്രിസ്പ് ആവണോ അത്രത്തോളം ഫ്രൈ ചെയ്തെടുക്കട്ടെ, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ നല്ലപോലെ എല്ലാം സെറ്റായി കണ്ടില്ല, പെട്ടെന്ന് പരിപാടി കഴിയും കേട്ടോ. അങ്ങനെ ഒരുപാട് കുക്കിംഗ് ടൈമൊന്നുമില്ല, കാരണം ചോറല്ലേ നമ്മൾ യൂസ് ചെയ്തത്, അതുകൊണ്ട് തന്നെ.
ആ ഒരു മൈദയൊക്കെ ഒന്ന് വേവുന്ന വരെ സെറ്റായി കിട്ടിയാൽ മതി. അപ്പോൾ ഞാൻ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് കണ്ടില്ല, ഈ ഒരു രീതിയാകുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി എടുക്കുന്നുണ്ട്. നല്ലപോലെ എണ്ണ ഊറ്റി എടുത്തിട്ട് തന്നെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ മൊത്തത്തിലൊന്ന് ഫ്രൈ ആക്കി എടുക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ളത് മൊത്തത്തിൽ ഞാൻ ഒന്ന് ചുട്ടെടുക്കട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്സ് മൊത്തത്തിൽ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുറച്ചല്ലേ ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുള്ളൂ, 1 കപ്പ് ചോറൊക്കെ വെച്ച് ചെയ്തത്. പക്ഷേ കുറേ സ്നാക്സ് ഉണ്ടാവും കേട്ടോ കഴിക്കാൻ. ഇത് ഒരിക്കൽ കഴിച്ചാൽ പിന്നെ കഴിക്കണം എന്ന് തോന്നുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഭയങ്കര സിമ്പിളാണ്, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ ചോറ് കഴിക്കാതെ മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ ഉണ്ടാക്കിയിട്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ചട്നി നിർബന്ധമാണ് കേട്ടോ. ഞാനിപ്പം പുതിന ചട്നി ഉണ്ടാക്കിയിട്ടുള്ളത്. സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു പുതിന ചട്നി. അല്ലെങ്കിൽ ഏത് ടൈപ്പ് ചട്നി ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഒരു തവണ ഒന്ന് ട്രൈ ആക്കി നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യുക കേട്ടോ, അല്ലെങ്കിൽ എണ്ണ കുടിക്കാൻ ചാൻസ് ഇല്ല, കാരണം ചോറല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്നാക്സിന് എന്തെങ്കിലും ഒരു പേര് പറഞ്ഞു തരണേ, നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടെ എന്തായാലും എല്ലാവരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്